മാറ്റത്തെ ക്ലിക്കോഡിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും വലിയ വീരനായകനായിട്ടല്ലേ നീ തിരിച്ച് വന്നത്. അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ വന്ന സമയത്താണെങ്കിലും നിലവിളക്കും താലം എടുക്കാൻ ഞാൻ മറന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് എന്തായാലും ചേട്ടന്മാരെയൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി നീ എന്തായാലും പോയതല്ലേ, അപ്പോൾ എന്തായാലും ചേട്ടന്മാരൊക്കെ ഇപ്പോൾ തോറ്റ്, നീ ആണെങ്കിൽ ജയിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന നികേഷിനാണെങ്കിൽ എല്ലാ സങ്കടവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നികേഷിനാണെങ്കിൽ ചെയ്തത് തെറ്റാണെന്നൊക്കെ ഉള്ളൊരു ബോധ്യം നികേഷിന് വന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ശ്രുതി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും എല്ലാവരും അവനെ കുറ്റപ്പെടുത്തിയതൊക്കെ മതിയെ, ഇനിയിപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി നമുക്ക് എന്തായാലും ഓരോ ബിരിയാണി കഴിച്ചാലോ എന്ന് നോക്കി. അപ്പോൾ എല്ലാവരും ബിരിയാണിയൊക്കെ കഴിക്കില്ലേ, നമുക്കൊരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യാമെന്നൊക്കെ നമ്മളെ ശ്രുതി ഇങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ ശ്രുതി ആണെങ്കിൽ ഫോൺ എടുത്തിട്ട് ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശ്രുതിയുടെ കയ്യിലാണെങ്കിൽ പൈസയൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഹരീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഒരു 500 രൂപ തരാൻ കാണുമെന്ന് ചോദിക്കും. അപ്പം നമ്മൾ ഹരീഷ് ചോദിക്കുമ്പോൾ കയ്യിൽ പൈസയൊന്നും ഇല്ലേന്ന് ചോദിക്കും. അപ്പം നമ്മൾ ശ്രുതി പറയും, ആ പൈസ ഇല്ലടാ, ഞാൻ എന്തായാലും തിരിച്ചങ്ങ് തരാമെന്ന് പറയും. അപ്പം നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, അപ്പോൾ പൈസ ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഹരീഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തോ, ഞാനാണെങ്കിൽ കൊടുത്തേക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ശ്രുതി ആണെങ്കിൽ നമ്മൾ നികേഷിനെ ആണെങ്കിൽ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു വീഡിയോ ഒക്കെ എടുത്ത് നമുക്കൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ആരും ആണെങ്കിൽ അത് ശ്രദ്ധിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, എടാ ഒന്ന് ചിരിക്കടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നികേഷാണെങ്കിൽ നിധിയുടെ കയ്യിലൊക്കെ പിടിച്ചിട്ടൊക്കെ ആണെങ്കിൽ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ കാണിക്കുന്ന പറഞ്ഞാൽ ഇവരെല്ലാവരും രാത്രിയൊക്കെ കിടക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്താണെങ്കിൽ നമ്മളെ സുഭാഷിനാണെങ്കിൽ ഒരു സമാധാനമൊന്നുമില്ല. കാര്യം ഇനി ഇവൻ ഇറങ്ങി പോകുമെന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ സുഭാഷിന്. അങ്ങനെ നമ്മളെ നിധിക്കാണെങ്കിലും കിടന്നിട്ട് ഉറക്കം വരാതെ നിധിയും വന്നാണെങ്കിൽ ഇവരെ റൂം ഇങ്ങനെ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ സുഭാഷാണെങ്കിൽ ഒരു മുണ്ടെടുത്തിട്ട് ഇങ്ങനെ കാലിൽ കെട്ടിയിട്ടാണെങ്കിൽ ഒരൊറ്റ ആണെങ്കിലും നമ്മൾ നികേഷിൻ്റെ കാലിൽ ഇങ്ങനെ കെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് കാണുന്ന നമ്മളെ നിധിക്കാണെങ്കിൽ സങ്കടമൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മൾ ഈ നികേഷിൻ്റെ കാലിൽ കെട്ടുന്ന സമയത്താണ് നികേഷിന് ഒന്ന് പെട്ടെന്ന് ഉറക്കമൊക്കെ എണീക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ സുഭാഷ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തായിട്ടാന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നികേഷ് പറയുന്നുണ്ട്, എന്തായാലും ഇനി ഞാൻ എവിടെയും പോകത്തില്ല ഏട്ടാ, നിങ്ങളെ വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സുഭാഷ് ആണെങ്കിൽ ആ കാലിൽ കെട്ടഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ നികേഷ് പറയുന്നുണ്ട്, വേണ്ട ഏട്ടാ അത് അഴിക്കണ്ട, അങ്ങനെ കിടക്കട്ടെ, എന്തായാലും കൂട്ടിക്കെട്ടാൻ ഒരാളുണ്ടെന്നുള്ളത് അറിയുമ്പോൾ നമുക്കൊരു സമാധാനം അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ സുഭാഷിനാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യാതാണെങ്കിൽ നികേഷിനെ കെട്ടിപ്പിടിച്ച് വെച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്ന നമ്മുടെ നീതിയും നികേഷാണെങ്കിൽ രാവിലെ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ആലിൻതറയിൽ വന്ന് അവർ ഇരിക്കുന്നുണ്ട്. ഇന്ന സമയത്താണെങ്കിൽ നമ്മുടെ നിധിയാണെങ്കിൽ ഒരു പഴമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സുഭാഷിനാണെങ്കിൽ അത് അങ്ങനെ മേടിക്കുന്നൊന്നുമില്ല. ഇപ്പോൾ സുഭാഷിനോട് പറയുന്നുണ്ട്, ഏട്ടത്തി സഹിക്കാൻ പറ്റുന്നില്ല, സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മളെ നിധിയെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മളെ നിധിയാണെങ്കിലും നികേഷിനെ ആണെങ്കിലും ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്, ആ വീട്ടിലാണെങ്കിൽ ആരെങ്കിലും നിന്നെ ഒരു അന്യനായിട്ട് കാണുകയോ അല്ലെങ്കിൽ നിന്നെ എന്തെങ്കിലും വിഷമിപ്പിക്കുകയോ ആ വീട്ടിലുള്ള ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അവിടെ ആണെങ്കിലും ഹരീഷാണെങ്കിലും ശ്രുതി ആണെങ്കിലും അവിടെ ഇങ്ങനെ അടികൂടുകയും വഴക്കൂടുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആരും നിന്നെ ഒരു വാക്ക് കൊണ്ടുപോലും അവിടെ ആരും നിന്നെ സങ്കടപ്പെടുത്തുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ നിധി പറയുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, നിന്നെ ഒന്ന് കാണാതായപ്പോൾ തന്നെ ആ 3 പേരും എത്രമാത്രം ടെൻഷൻ അടിച്ചത് ഞാൻ കണ്ടതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ചേട്ടന്മാരെ കിട്ടാനും ഭാഗ്യം ചെയ്യണമെന്നൊക്കെ നമ്മൾ നിധിയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, അപ്പോൾ നീ എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ എല്ലാം എന്ന് കരുതി എൻ്റെ വീട്ടുകാരുടെ അടുത്ത് നിന്ന് ഞാൻ ഒന്നും അല്ലാത്ത രീതിയിൽ ഞാനിപ്പോൾ ഇറങ്ങി ഞാൻ വന്നിരിക്കുന്നത്, അപ്പോൾ നീ എൻ്റെ അവസ്ഥയൊന്ന് ആലോചിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇപ്പം ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് കഴിയുന്നുണ്ട്, പക്ഷേ നിങ്ങളെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ആരുമല്ല, പക്ഷേ എന്നാലും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ എന്നാൽ വീട് വിട്ട് ഇറങ്ങി പോകാൻ നേരത്താണെങ്കിലും നീ എത്രമാത്രം നീ വിഷമിച്ചെന്നൊക്കെ ഇങ്ങനെ നമ്മൾ നികേഷിൻ്റെ അടുത്ത് ഇങ്ങനെ നിധി ഇങ്ങനെ പറയുന്നുണ്ട്. എന്തെങ്കിലും കെട്ടുറപ്പൊന്നും വേണ്ട നികേഷ്, കൂടെ ഉള്ള ഈ സ്നേഹമാണ് ഏറ്റവും വലുതെന്നൊക്കെ ഇങ്ങനെ നമ്മളെ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ സുഭാഷ് ആണെങ്കിൽ ഫോൺ എടുത്തിട്ടാണെങ്കിൽ ജോലിക്കാരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. നമ്മൾ ശ്രുതി വന്നിട്ടാണെങ്കിൽ നമ്മൾ സുഭാഷിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യ എവിടെ ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുഭാഷ് ആണെങ്കിൽ ഫോൺ വെച്ചതിന് ശേഷം പറയുന്നുണ്ട്, അത് നിധിയും നികേഷും കൂടെ അമ്പലത്തിൽ പോയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ശ്രുതി ആണെങ്കിൽ പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ ഉള്ളത് കൊണ്ട് എന്തായാലും അവനെ ഒന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷ് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയത്, നീ കുറേ നേരം കൊണ്ട് എൻ്റെ ഭാര്യ എവിടെ, എൻ്റെ ഭാര്യ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്കൊന്ന് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രുതി പറയുന്നുണ്ട്, അല്ല അവളോട് ഉള്ള സമയത്താണെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മളെ നിധിയും നികേഷും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ശ്രുതി പറയുന്നുണ്ട്, ഇന്നൊരു സന്തോഷമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നിധി ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ടെന്ന് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നിധി ചോദിക്കുന്നുണ്ട്, സത്യം തന്നെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ ശ്രുതി പറയുന്നുണ്ട്, ആ സത്യം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, നീയായിട്ട് തന്നെ വരുത്തി വെച്ച മെനയല്ലേ ഇങ്ങനെ ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ശ്രുതി പറയുന്നുണ്ട്, അല്ല അവർ നമ്മളത്തെ 2 ആഴ്ചയ്ക്കകം വരുമെന്നാണ് പറഞ്ഞത്, പക്ഷേ ഇപ്പോൾ ഇച്ചിരി കുറച്ച് നേരത്തെ വന്നെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ നിധി അങ്ങനെ നേരെ അങ്ങ് റൂമിലോട്ടൊക്കെ പോയിട്ടാണെങ്കിൽ നിധി ബാഗൊക്കെ എടുത്തിട്ട് വന്നിട്ടാണെങ്കിൽ അവരങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അവർ പോയി കഴിയുമ്പോഴാണെങ്കിൽ നമ്മൾ സുഭാഷ് ആണെങ്കിൽ നമ്മളെ നികേഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇന്ന് നിനക്ക് ബിരിയാണി ഓർഡർ ചെയ്ത് തരട്ടെ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും നമ്മളെ നികേഷിനെ വേണ്ട ഏട്ടാന്ന് പറയും. അപ്പോൾ പറയാം, എന്നാൽ ശരി ഇന്ന് ഞാൻ
ജോലിക്ക് പോകുന്നില്ല, നമുക്കാണെങ്കിൽ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നികേഷ് പറയുന്നുണ്ട് വേണ്ട ഏട്ടാ ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ സുഭാഷ് ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാൻ പിന്നെ ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മളെ നികേഷിൻ്റെ അടുത്ത്. നമ്മളെ സുഭാഷ് ആണെങ്കിൽ ചായ എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് നമ്മളെ നികേഷ് ചോദിക്കുന്നുണ്ട് ഏട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സുഭാഷ് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവരിങ്ങോട്ട് വന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് അവരടുത്ത് ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ടോ, അതോ അവരിങ്ങോട്ട് വന്ന സമയത്തൊക്കെ നിങ്ങൾക്കൊക്കെ നല്ല രീതിയിലാണോ അവർ പെരുമാറിയെന്നൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ നികേഷ് ആണെങ്കിൽ സുഭാഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ആദ്യമൊന്നും നമ്മൾ സുഭാഷ് ആണെങ്കിൽ ഒന്നും പറയത്തൊന്നുമില്ല കേട്ടോ. പിന്നാണെങ്കിൽ വീണ്ടും ഇങ്ങനെ നമ്മളെ നികേഷ് ചോദിക്കുമ്പോഴത്തേക്കാണല്ലോ സുഭാഷ് പറയുന്നുണ്ട് നിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയത്തില്ല നികേഷ്, അവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിന്നെ കാണാനാണെങ്കിലും അവർ വരുമായിരുന്നല്ലോ, പക്ഷേ ഇതുവരെയ്ക്കും അവർ വന്നിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് നീ ആണെങ്കിൽ ചേച്ചി നടന്നതൊക്കെ എൻ്റെ കയ്യിലാണ്, നീ ആണെങ്കിൽ കിടന്ന് വളർന്നതും ഞങ്ങളെയൊക്കെ നെഞ്ചിലൊക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് ഇനിയിപ്പം നികേഷ് നീ ആണെങ്കിൽ നിൻ്റെ ചേട്ടന്മാരല്ല ഞങ്ങളെന്ന് പറഞ്ഞാലും പക്ഷേ ഞങ്ങളത് അനുവദിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് ആണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും ആ ഒരു ഫോട്ടോ കണ്ടില്ലായിരുന്നെങ്കിൽ നീ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തതുമില്ല, നീ ഇതിനെക്കുറിച്ചൊന്നും നീ അന്വേഷിക്കത്തതുമില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ സുഭാഷ് ആണെങ്കിൽ നികേഷിനെ കൊണ്ടിട്ടാണെങ്കിൽ സുഭാഷിനെ തലയിൽ തൊട്ടാണെങ്കിൽ സത്യം ചെയ്യിപ്പിക്കുന്നുണ്ട്. സുഭാഷ് ആണെങ്കിൽ പറയുന്നുണ്ട് ഇനി ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കത്തില്ല, ഇതിനെക്കുറിച്ച് ഒരു കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ സത്യം ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മുടെ നികേഷ് ആണെങ്കിൽ സത്യം ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ സുഭാഷ് ആണെങ്കിൽ ചായ എടുക്കാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്താണെങ്കിലും നമ്മുടെ സുഭാഷിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് നമ്മളെ നികേഷ് ആണെങ്കിൽ ചേർത്ത് പിടിച്ച് വെച്ചൊക്കെ കെട്ടിപ്പിടിച്ച് വെച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സുഭാഷിനാണെങ്കിൽ നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.